ജോക്കി ആ വന്നേ വന്നേ വന്നേ. നമ്മുടെ കുടുംബത്തിലോട്ട് 2 പിള്ളേരിന്ന് വരുന്നുണ്ടേ ജോക്കി. അപ്പൊ മെയിനായിട്ട് നമ്മുടെ ഇപ്പൊ കറന്റ് ഉള്ള നമ്മുടെ കോ-ലീഡർ ആള് വന്നില്ല. പുള്ളിക്ക് പൊള്ളാച്ചി വരെ ഒന്ന് പോണമായിരുന്നു, ഒരു ചെറിയൊരു വണ്ടി കേസൊക്കെ ആയിട്ടെ. ചന്ദ്രന് വണ്ടി പോയത്. അപ്പൊ ഇന്ന് ഞാൻ ഒറ്റയ്ക്കായി പോകും. വന്നത് എന്തുകൊണ്ട് നന്നായി. പിന്നല്ല. എടാ ബാക്കിയുള്ളവരൊക്കെ റേഡിയോ കയറാൻ പറ്റത്തില്ല എനിക്ക്. റേഡിയോ കയറാൻ പറ്റത്തില്ലേ? റോൾ ഞാൻ ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പാപ്പനും വെത്തലായിട്ട് ഗൈസ്. അപ്പാപ്പന് ട്രിവാൻഡ്രത്തുനിന്ന് എറണാകുളത്തുനിന്ന് എന്തോ വീട്ടിലോട്ട് വന്നോണ്ടിരിക്കണതേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. അപ്പം വരും, കുറച്ചും വരും ഗൈസ്. പുള്ളി വീട്ടിലോട്ട് വന്നോണ്ടിരിക്കണതേ ഉള്ളൂ. കാർ ഓടിക്കോ, ഡ്രൈവ് ചെയ്തോ. എന്താ ഒരു ഗൗരവം? ഞാൻ ഉറക്കത്തിന്ന് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. എടാ സെക്കൻഡ് എവിടെടാ? സെക്കൻഡ് ഇങ്ങ വന്നേ. എങ്ങനെ പോണ കാര്യങ്ങളൊക്കെ? സെറ്റായിട്ട് പോണ്. എല്ലാരോടും സംസാരിക്കുകയൊക്കെ ചെയ്താ? ഈ ആവോ അല്ലാതെ എന്നോട് എന്തെങ്കിലും പറയണ വാ തുറന്ന്. ഞാൻ എന്ത് പറയാനാ? എടാ എന്താടാ, എന്തേലൊക്കെ പറ, എന്തേലൊക്കെ ചോദിക്കൊക്കെ വേണ്ടേ? ഫുഡ് കഴിച്ചാ? പിന്നെ സിറ്റിയിൽ വന്നിട്ട് ഫുഡ് കഴിച്ചില്ല. നിന്റെ ഫുഡ് പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞിയാണ് വേണ്ടുന്നത്. 6 അയ്യോ നന്ദിയുണ്ടേ. നിനക്ക് പകരം ഞാൻ വേറൊരു സാധനം തരാവേ. അത് പിടിച്ചോ. തല്ലി കൊല്ലാൻ പറ്റിയ സാധനമാണ്. എടാ എന്റെ ഒരു വള ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് കേട്ടാ, ഇവിടെ ഉണ്ട് നക്കൾ. പിന്നെ നിനക്ക് വേറെ സാധനം തരാം. അത് കുടിച്ചെന്തോ റീഷെയ്ഡ് ഉണ്ടോ? അറിഞ്ഞൂടാ, ഒരു പിടുത്തവും ഇല്ല. ഒന്ന് അടിച്ചു നോക്കിയപ്പോ മനസ്സിലാവും. നല്ല ജോക്കിയെ കോ-ലീഡർ ആക്കുവാണോ? ജോക്കി ഗാങ്ങിന്റെ ഗോഡ് ഫാദർ. ഇത് എന്തിനാ കോ-ലീഡർ ആക്കണേ? നിനക്ക് സിറ്റിയിൽ പെണ്ണ് സെറ്റായെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇല്ല സെറ്റായിട്ടൊന്നുമില്ല. കൊറേ നടക്കുന്നുണ്ടോ? പുറകെ നടക്കുന്നില്ല അങ്ങനെ പറഞ്ഞ. ഇല്ല ഞാൻ വഴക്കൊന്നും പറയത്തില്ല. ഞാൻ ഭയങ്കര കൂൾ കൈയാണ്. ഉണ്ടല്ലേ? ഏത് സമയത്ത് ആക്റ്റീവ് ആണോ നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ? അതിന് സമയം എന്ന് പറയുമ്പോ രാത്രി രാത്രിയല്ല നമ്മൾ ഈ ടൈമിൽ തുടങ്ങിയാ കിട്ടും. ഈ ടൈമിൽ നമുക്ക് ഗ്യാങ്ങിന്റെ പരിപാടികളൊക്കെ ഉണ്ടാവൂലേ? എന്നും അടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എന്ത് പറഞ്ഞിട്ടാള്? സെറ്റായിട്ടൊന്നുമില്ല. എന്നാലും പോസിറ്റീവ് ആണോ റെസ്പോൺസ് ഒക്കെ? അല്ലല്ല 50% ആയിട്ടുള്ള. പെർസെന്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? ഇനി വരത്തില്ലെന്ന് പറഞ്ഞു. എന്നാലും നിന്റെ ഒരു അഭിപ്രായത്തിൽ എത്ര ദിവസം കൊണ്ട് ഒരു 90% ഒക്കെ എത്തിക്കാൻ പറ്റും? ഒരാഴ്ച. കോൺഫിഡൻസ് ഉണ്ടോ ഒരാഴ്ചയിൽ വളയ്ക്കാൻ പറ്റുമെന്ന്? ഒന്ന് പോയാ വേറെ. അല്ലടാ ഒന്നുമില്ല. ഞാനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ, എന്റെ കാര്യങ്ങൾ തന്നെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയതാ. എല്ലാം സെറ്റ് ആവട്ടെ, എത്രയും പെട്ടെന്ന് എല്ലാം സെറ്റ് ആവട്ടെ. അത് സെറ്റാവില്ല, അങ്ങനെ വരത്തില്ലെന്ന് പറഞ്ഞ്. അതെന്താ? കുറച്ച് കാലത്തേക്ക് ഉണ്ടാവില്ല. പെണ്ണ് നോക്കുന്ന പുറത്തല്ലോ നീ? അല്ലല്ല. ആ സിറ്റിയിൽ വരുമ്പോ വളയ്ക്കണം. സ്നൈപ്പിന്റെ കൊച്ചൊക്കെ ഉണ്ട് അറിഞ്ഞാ? സ്നൈപ്പിൽ കൊച്ചാ? ബാലന്റെ കൊച്ചല്ലേ മീനുട്ടി? സ്നൈപ്പിന് കൊച്ചുണ്ട്. പേരെന്തൊരു മിക്കു? കൊച്ചെന്ന് നീ ഉദ്ദേശിക്കുന്നത് ലവറാണ്? അല്ല, പിന്നെ ഉണ്ട്, പെണ്ണുണ്ട്, കൊച്ചുണ്ട്, കുട്ടിയുണ്ട്. സ്നൈപ്പേ ഒന്ന് ഇങ്ങോട്ട് വരുവോ ബാക്കിലോട്ട്? ഞാൻ പറഞ്ഞൊന്നും പറയല്ലേ. എവിടെയാണ്? നമ്മുടെ ബാക്ക് സൈഡ് ഒന്ന് വന്നേ സ്നൈപ്പേ. എന്തൊക്കെയുണ്ട് വിശേഷം സ്നൈപ്പേ?
സുഖം എങ്ങനെ പോണ സിറ്റിയിലെ കാര്യങ്ങളൊക്കെ? അണ്ണാ സുഖമായിട്ട് വേണം അണ്ണാ. ഇതെന്നെ. നീ ഇപ്പൊ കുറച്ച് അധികം നേരം സിറ്റിയിലുണ്ടല്ലേ വെളുപ്പിനൊക്കെ വരെ? ഉണ്ട് ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗാങ്ങിന്റെ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഗാങ്ങിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ ഈ ലേറ്റ് നൈറ്റ് ഗാങ്ങിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സിറ്റിയാണ്? ആലോചിച്ച് അങ്ങനെ ചോദിച്ചാ അണ്ണ ചുമ്മാ മറ്റേ ആക്ടിവിറ്റി കൂട്ടുന്നത് ടർഫ് വരുന്നില്ലേ ടർഫ് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോടാ. ഞാൻ ഇതുവരെ ആക്ടിവിറ്റി കൂട്ടുക. അതെ കിരിശെട്ട് പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. നീ ആക്ടിവിറ്റി കൂട്ടി വേറെ കുറെ ആൾക്കാരുടെ ആക്ടിവിറ്റി കുറയോന്നാണ് എനിക്ക് തോന്നുന്നത്. കീരി നിന്റെ ആക്ടിവിറ്റി കൂട്ടലുണ്ടല്ലോ, അത് അങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയാണ്. ഞാൻ ഈ റിക്രൂട്ട്മെന്റ് ഒന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാളെ കാണാനുണ്ട്. സൗത്തെ പറ. വരും എടാ എനിക്ക് സ്നൈപ്പ് എടുത്തൊന്ന് പേഴ്സണലി സംസാരിക്കണം. ഒന്ന് സ്നൈപ്പ് വരും. പെണ്ണ് സെറ്റായല്ലേ കള്ള. തലവേദന. അയ്യോ എടാ നീ എന്റെ മുമ്പിൽ വരുമ്പോ മാത്രം സിഗ്മ അഭിനയിക്കല്ലേ സ്നൈപ്പേ? എന്റെ മുന്നിൽ വരുമ്പോ മാത്രം. ഞാൻ വിചാരിച്ചിട്ട് ഒരു റിലേഷനിലായ അടിപൊളി റിലേഷനായി വേറൊരു പെൺകൊച്ചിന് പറയാൻ പോകാൻ പറ്റത്തില്ല. അത് എനിക്ക് ഷോക്ക് കൊടുക്കും പറയാൻ. അന്ന് റിലേഷനിലാവില്ല. ഇനി ബെസ്റ്റ് ആയിക്കോ. എന്തൊരു അഡ്വൈസ് ആടാ നീ എനിക്ക് തരുന്നേ. റിലേഷൻ ആവാൻ പോലും പെണ്ണില്ലല്ലോ, പിന്നല്ലേ ബെസ്റ്റ് ആവാൻ. ആര് പറഞ്ഞു? സിറ്റിയിൽ എത്ര കൊച്ചുങ്ങളാന്നറിയോ? നൈറ്റ് ഇറങ്ങണമെന്നേ ഉള്ളു. ഞാൻ ഇന്ന് പോണില്ല, ഞാൻ സിറ്റിയിൽ നിന്ന് ഇറങ്ങണേ ഇല്ല. ഞാൻ വെളുപ്പിന് വരെ ഞാൻ ഇവിടെ ഉണ്ട്. ഗ്യാങ്ങിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ സെറ്റ് ആക്കാനായിട്ടുണ്ട്. ബാലനാണ് ഇപ്പൊ കൂടുതൽ. ബാലന് ഇപ്പൊ ആക്ടിവിറ്റി കൂടി. ഇപ്പൊ ബാലന് ആക്ടിവിറ്റി കൂടുന്നുണ്ട് ആക്ച്വലി. 3 കോയിൻ ആക്ടിവിറ്റി കൂടി ഇപ്പൊ ഒരു സാധനം വെളി വന്ന് കിടപ്പുണ്ട്. ഇന്നലെ മാമാനം പറഞ്ഞിട്ട് മുന്നിന്റെ ഇട കഴിയിട്ട് അത് മീനൂട്ടിയാണ് ജോക്കി. അത് അവനെ പറയുന്നേ. മീനൂട്ടി എന്ന് പറഞ്ഞാ ദത്തെടുത്തത് അതല്ലാതെ അവന്റെ ആക്ടിവിറ്റിയിൽ ഉണ്ടായതല്ല. ഓ പിന്നല്ലാതെ ചേട്ടൻ ഇത് ഇങ്ങോട്ട് വരാത്തോടല്ലേ വല്ലപ്പോഴൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കട്ടെ. ഫുള്ള് തിരക്കലായിരുന്നു. കൊറേ കാര്യം പറഞ്ഞേ. പണ്ട് ജോക്കി അനാഥ പയ്യനായ എനിക്ക് ഒരു ജീവിതം തന്നതുപോലെ ഒരു ജീവിതം കൊടുത്തതാണ് അവൻ മീനൂട്ടിക്ക്. ജോക്കിണ്ണന് അങ്ങനെ ജീവിതം കൊടുക്കാനായിരിക്കും താല്പര്യം പറഞ്ഞത്. നമുക്ക് പീഡിക്കുക. പിന്നെ ജോക്കി ഇവിടെ ഇഷ്ടം പോലെ അനാഥ പിള്ളേരുണ്ട് കേട്ടോ. ഇപ്പൊ ഈ സിറ്റിയില് ഒരു 12 മണി കഴിഞ്ഞാല് 2 തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്ന് പെണ്ണുങ്ങൾ, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാറില്ല. പിന്നെ അനാഥ കുട്ടികൾ. ഇവർ രണ്ടുപേരുമാണ് സിറ്റിയിൽ ഇപ്പൊ 12 മണി കഴിഞ്ഞു. അല്ല കീരി ഇപ്പം ഇങ്ങനെ കീരി ഇപ്പൊ രാത്രി മൊത്തം ഇല്ല ബാറ്റ്മാനെ കണക്ക് സിറ്റിക്ക് കാവലിരിപ്പ. രാവിലെ വിളിച്ചാ കിട്ടത്തില്ല. കീരിയൊക്കെ ഇവിടെ ജീവിക്കുന്നേ. കീരിയൊക്കെ ഇപ്പൊ ഇവിടെ ജീവിക്കുന്നേ, മനസ്സിലായ? ഞാൻ ഒരു പിക്ക് അയച്ചിട്ടുണ്ട്, കണ്ടോ? വന്നില്ല. സെൻഡ് ആവട്ടെ, ഞാൻ സെൻഡ് ആക്കാം. അവസാനം വന്ന മെസ്സേജ് ലവ് യു പാപ്പ എങ്ക ഇருக்கு. അതാണ് നമ്മുടെ വാസോണിന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുടെ ഫാമിലി. ഫാമിലിയാ? എനിക്കും കൂടെ അയച്ചാണോ നോക്കട്ടെ. നമ്പർ സ്വല്ലിങ്ക കണ്ടല്ലോ അല്ലേ? രാത്രിയാകുമ്പോ ഉടുപ്പൊക്കെ മാറുമല്ലേ? മാറും. ഉടുപ്പൊക്കെ മാറി സ്റ്റൈലായിട്ടാ പോണം അല്ലേ രാത്രിയൊക്കെ ആകുമ്പോ? അണ്ണന് ഇത് കഴിയുമ്പോ മാറൂലേ? ഞാൻ മാറിയിട്ടില്ല, എനിക്ക് മാറാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഇതുവരെ. കാത്തു വന്നില്ല സ്നൈപ്പ്. ഇത് സ്നൈപ്പാണോ? ഇത് സാവേജ് അല്ലേ ഇപ്പം? ഇത് സ്നൈപ്പാണ്. പൊന്നരെ ഇവന്മാരുടെ പേര് പറഞ്ഞ മുടി ചെറുത് സ്നൈപ്പ്, മുടി വലുത് സാവേജ്, വെള്ളമുടി, നീലമുടി. എടാ എത്ര പേരായി? ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? വന്നില്ല. എന്താടാ എടാ വില്ലുവേ, നിനക്ക് അടിക്കാന്നല്ലാതെ വേറെ ഒന്നിനും വാ തുറക്കൂല നീ? ഞാൻ ചെഫിന്റെ കാര്യം പറഞ്ഞോളാ. എടാ നീ എന്തെങ്കിലും എന്നോട് അല്ലാതെ വാ തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ ഇത്രയും നാളായിട്ട്? ഒന്നെങ്കിൽ ആരെല്ലാം തല്ലാൻ, അല്ലെ ആരെല്ലാം തെറി വിളിക്കാൻ.
ഞാൻ തല്ലണ്ടേ പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ കക്കൂസ് ആവേശിനൊക്കെ കക്കൂസ് കഴിപ്പിച്ച് ഗഡി വിഷയമാണ് നമ്മളിപ്പോ അല്ല, അണ്ണു, അല്ല, അണ്ണു. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 15. പരിപാടി എടാ ഞാനൊരു കാര്യം പറയട്ടെ, അല്ല നിങ്ങൾക്കൊക്കെ ഇപ്പോഴേ ഫൈറ്റ് എടുക്കാനുള്ള മൂടാണോ? വണ്ടി വന്നിട്ട് എടുത്താ പോരെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അണ്ണാ വണ്ടി ഇല്ലെങ്കിലും നമുക്കൊരു വിഷയമല്ല, നമ്മൾ ഓടിയാണെന്നടിക്കും. അണ്ണ ഞാളപ്പ എന്തിനാണ് പേടി? അതാണ് പേടി. ഫസ്റ്റ് 5 സെക്കൻഡ് വെച്ച് അവിടെ തന്നെ ഇല്ല അത് നീയൊക്കെയാണ് വണ്ടി കയറി മറ്റേ സാമാനത്തും കൊടിയൊക്കെ ചാവുന്നത്. ഞാനൊന്നും അങ്ങനെ ഡൗൺ ആവത്തില്ല, മനസ്സിലാവും. നിന്റെ നീ ചത്താലും ഞാൻ അതാണ് വ്യത്യാസം. വലിയ മര്യാദക്ക് ഒരു പിക്ക് എടുത്തില്ല. ഇല്ല അത് നമ്മള് വേണ്ടെന്ന് വിചാരിച്ചിട്ട് കളിക്കുന്നതാണ്. വിചാരിച്ച് കളിച്ചു നിന്റെ അടുത്ത് വില്ലുമോനെ, നിന്റെ അവസാനത്തെ ഒരു 5M മോണ്ടേജ് ഞാൻ കാണുന്നത് മാസിലുണ്ടായിരുന്ന സമയത്താണ്, മനസ്സിലായേ? ആണ് ഞാൻ കൊറേ ഇട്ടുണ്ടായിരുന്നില്ല. ഞാൻ DC ബ്രസീലിൽ പോയിട്ട് 2 വെടിയൊക്കെ വിളിക്കും. പുതിയ മോണ്ടേജ് വരുന്നുണ്ട്. ഞാൻ കൊളാബിട്ട് തരാം. 10 ഇതുവരെ എടുക്കണ ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ ഇതുവരെ. ഇല്ല അണ്ണനെ കൊളാബിട്ട് തരാം പുതിയ മോണ്ടേജ്. അതിന്റെ ഇടയ്ക്കൂടെ നൈസായിട്ടേ അങ്ങ് പ്രൊമോട്ട് ചെയ്യണ്ടേ? ലിങ്ക് അയച്ചാൽ മതി, ഞാൻ കണ്ടോളാം. നല്ല ടാഗ് കാണണ്ടേ? നന്നായി HF ഒന്ന് അടിക്കട്ടെ. ഇവിടെ റിക്രൂട്ട്മെന്റ് ഉണ്ട്, അറിയാലോ. അത് കഴിഞ്ഞിട്ട് അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മാരെ സെറ്റ് ആക്കിയാ? എല്ലാം സെറ്റാ. ഓ ഓക്കെ ഓക്കെ. എന്തിനായിട്ട് ജോക്കി എന്താ ജോക്കി ഇങ്ങനെ ഇരിക്കുന്നേ? എടാ എവിടെയൊക്കെ ഇരിക്കണ്ടേടാ. വേറെ മറ്റേ ഹെൽത്ത് ഫയറിനൊക്കെ കഴിച്ചോ? എത്ര നാളായി ജോക്കി കണ്ടിട്ട്? നമുക്ക് ഇവിടുന്ന് എല്ലാം കാണാൻ ജോക്കിയാണോ ഇങ്ങനെ ഇരുന്ന? പിന്നെ എനിക്ക് തന്നെ കാണാം. ജോക്കി പറയടാ, എന്താ റിപ്ലൈ പറയാത്തെ? കേക്കാവോ? കേക്കാം. എന്താ ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് വരാൻ എന്താ? ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് വരാന്ന് പറഞ്ഞാൽ സുമതി അമ്മായിക്ക് പെട്ടെന്നൊരു നല്ല വ്യൂ ഉണ്ട്. ചന്ദ്രന്റെ പിറന്നാളിന് ജോക്കി മാത്രമല്ലെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു. ഓ അത് വരാൻ പറ്റിയില്ല, എന്ത് ചെയ്യാൻ പറ്റും? മുക്കിടില വരുന്നല്ലേ. പിന്നെ ഇവിടെ ഉത്സവമല്ലായിരുന്നോ? നമ്മളൊരു ഇതങ്ങ് മൊത്തത്തില് വാടകയ്ക്ക് എടുത്ത്. അല്ല അടിപൊളിയായിരുന്നു ജോക്കി, എല്ലാ അടിപൊളി. ജോക്കിയുടെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാരും വന്നായിരുന്നു. സരക്കും രായനും ഗുലാനും ഒക്കെ വന്നായിരുന്നു. അതൊക്കെ ഞാൻ കണ്ട്. അപ്പൊ പിന്നെ നമുക്ക് എടാ ഞാനേ ഇവന്മാരുടെ പേരൊന്ന് ഗസ് ചെയ്യട്ടെ. ഞാൻ സിറ്റി വന്നില്ലേലും ഇവന്മാരുടെ പേര് മണി പോലെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേൾക്കണം. എല്ലാണോ ഹെൽമെറ്റ് ഊരടാ, എല്ലാണോ ഹെൽമെറ്റ് ഊരിട്ട് എല്ലാരും ഓരോരുത്തരായിട്ടൊന്ന് വരുമോ? ഓരോരുത്തരായിട്ട് ആരും സംസാരിക്കല്ലേ? ഇവൻ ലാസ്റ്റ് മതി, ഇവനെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇവൻ ലാസ്റ്റ് മതി. എല്ലാണോ താഴെ പോകും. എടാ എന്ത് വേടാ ഇത്? ഇനി ഓരോരുത്തന്മാരായിട്ട് വന്നാണ് റിക്രൂട്ട്മെന്റ് വിളി. അവര് വെയിറ്റ് ചെയ്തോളും. പ്രസീനില്ല. ഇത് ഈ അല്ല ഇത് ഫ്രണ്ട് അപ്പുറത്തേക്ക് ഈ ഫ്രണ്ട് കണ്ണാടി വെച്ച് ഫ്രണ്ടി കണ്ണാടി വെച്ച് നിക്കുന്ന ഒരു മിനിറ്റ്. ഇത് കണക്ക് വേറെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എടാ ഇത് സാവേജ്. ഓക്കെ മന്ദാര അങ്ങോട്ട് മാറി സൈലോട്ട് മാറി. ഇത് കീരി. എടാ ഇവൻ ആരായിരുന്നടാ ഇവൻ? ഷോർട്ട് ടൈം മെമ്മറിയിലോ? എടാ ഇവന്റെ പേര് എടാ നീ ഉടുപ്പൂരി കാണിക്കുന്നത് ഞാൻ തന്നെ ഉടുപ്പില്ല കണ്ടോണ്ടാന്ന് തോന്നുന്നു. എടാ ഇവന്റെ പേര് എടാ ഒരു ക്ലൂ വരും. ആദ്യത്തെ ലക്ഷണം മറ്റേ ഭരതനാ. കെവിൻ. ഇവനെ ഞാൻ സിറ്റി കണ്ടിട്ട് പോലല്ലോ ചേട്ടാ. ആരാടാ ഇവൻ? എടി ഇവന്റെ പേര് ഇത് സാവേജ്. ഇവൻ മുടി കറുപ്പിക്കാൻ പറഞ്ഞു നേരത്തെ. ഞാൻ സംസാരിച്ചോ മുടി കറുപ്പിക്കാൻ പറഞ്ഞവൻ ശരിക്കും പറഞ്ഞു. ഇവന്റെ പേരെന്തു പറഞ്ഞ? ഇവന്റെ
പേര് പേരെന്തോ ഞാൻ മറന്നുപോയി. സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്താടാ നിന്റെ? MM. മൈരൻ. എം Your Bobby. ഓ മോബി മോബി നിന്നെ ഒന്ന് പരിചയപ്പെടാണ്ട് മോബി. ആ അതെ അപ്പുറത്ത് അടുത്തവൻ വേടാ. എടാ ഇവൻ ഇന്നലെ പരിചയപ്പെട്ട ഇവൻ ഇന്നലെ പരിചയപ്പെട്ടിട ഇവനെ. എടാ ഞാൻ ഗഡിയിലൂടെ ഇവനെ പരിചയപ്പെട്ട് ആഷ്മുട്ടൽ. എടാ ദാണ്ടടാ ഒരു മറ്റേ ഇവനെ കണക്ക് ഇരിക്കുമല്ലോ. ഇത് പറഞ്ഞ ഓക്കേ. അടുത്ത്. ഇത് ഗഡി നമ്മ ഗഡി. അടുത്ത്. എടാ ഇതാരാടാ ഇത്? തലമുടി എണ്ണയൊക്കെ തേച്ച് വന്നേക്കുന്നത്. മാസ്ക് മുരിയണ്ടാ. എടാ നീ ജസ്റ്റ് സംസാരിച്ചേ. ഹലോ ഇങ്ങോട്ട് സംസാരിക്കേ. എന്നാരുടെ സംസാരിച്ചെന്ന് പറഞ്ഞപ്പളിക്കോ? ഇനിയെങ്കിലും പറ ജോക്കി. കുറച്ച് നേരത്തെ മുമ്പ് സംസാരിച്ചല്ലോ. എടാ നീയൊക്കെ മണ്ടന്മാരാണ്. ഈ ഫസ്റ്റ് ലെറ്റർ പറഞ്ഞു എടേ എനിക്ക് സെക്കൻഡ് പറഞ്ഞു എടുത്തന്നെ നമ്മള് ഉണ്ടെന്ന് ഇപ്പഴാ അറിയുന്നത്. ഭരതനൊക്കെ ആരാ? ഇനി ഒരാളുണ്ടല്ലോ. കേറിയില്ല. ഇതാരാ? ഇവൻ മറ്റാ നീലൻ. നീലന്റെ മറ്റേ പപ്പി മുടി നീലന് മാത്രമേ ഉള്ളൂ. എണ്ണ വെച്ച് പപ്പി വെച്ചേക്കുന്ന എണ്ണ വെച്ച് നമ്മുടെ ടിവിയിലെ സേതു സേതുവിനെ ടി വി എടുത്താ. സേതു എടി ഇത് ആരാന്ന് പറയടാ. പേരെന്തുവാ? ബ്ലൂ. സേതുവാ? നീലൻ. ആ നീലൻ. ഞാൻ പറഞ്ഞില്ലേ അവൻ തന്നെ. എടാ ഇനി എല്ലാ എണ്ണം കൂടെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ടൊന്ന് നീ ഒന്ന് പറഞ്ഞു. ഒന്നോടെ ഞാൻ വരാം. മാസ്ക് ഒക്കെ വെച്ചോണ്ടോ. താഴെ പോലെ ഇത് കേറാൻ പറ്റില്ല. ഇതെന്താടാ? ഇല്ല. എടാ എനിക്കെല്ലാരും അറിയാം. എന്നാലും എനിക്ക് പറയണല്ലോ. ഓ ഞാൻ പറയാം. ഇത് മന്ദാരം. ഏത്? ഇത് കെവിൻ. ഇത് മോബി. ഇത് ബീഡി. ഇത് ബീഡി. ഡോക്ടർ ഇപ്പൊ കുറുപ്പ്. ഡോക്ടർ പിന്നെ ഇതാര്? ഇതാരാ? മനസ്സിലാകുന്നില്ല. ഇപ്പൊ കണ്ടിട്ട് വരില്ലേ? എടാ മുടി അങ്ങോട്ട് എടുത്താണ്ടാ പോട്ടെ. ഇങ്ങനെ മനസ്സിലാവും. കണ്ണാടി വരിക നീ പോയി. എടാ അവൻ ആരാണ്? ഇത് മന്ദാരം. ഇതാരാ? ഹലോ ഇത് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംസാരിച്ചാ പോക്ക്. വീടി ഇത് വീഡിയോല്ലേ? ആ വീടി മാല ഇതാരാ? ഇതേതാ? ആനച്ചന്തം. വെല്ലുമ എന്നറിയില്ല പറഞ്ഞ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോവല്ലോ. സെക്കൻഡ് ഇതാര്? അയ്യോ ആ പൊളിച്ച് എന്നെ എവിടെ എടുത്തോണ്ട് പോണു? സെക്കൻഡ് മുടി സെയിം മുടിക്ക് നീളം കൂടിയവൻ മറ്റേ ഇത് ഹരി. ഹരി എവിടെ കണ്ടാലും അറിയും കേട്ടോ. മറ്റേ എണ്ണയൊക്കെ ചപ്പി വെച്ചേക്കുന്ന ഇനി ഡീമൻ ഇല്ലെന്ന്. ഡീമൻ ഇല്ല. വേറെ ആരൊക്കെയാ? ഡീമന് കണ്ണാപ്പി. പരിപാടി അപ്പൊ ലൈറ്റ് ജുഗ്രുൻ എന്തിനാ ബാന്? SRKക്കും ബാനല്ലേ? ശശിനെ പിടിച്ചടിച്ച് അത് എനിക്ക് കിട്ടേണ്ട ബാനായിരുന്നു. SRKക്ക് ബാന, ജുഗ്രുവിന് ബാന. പിന്നെ ബാലം വന്നല്ലോ. ബാലം വന്നു 52 എക്സാം ഉണ്ട് കേസ്. അവന് അതിന് പോവാന്ന് പറഞ്ഞു.